الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. വിസ്മയം തീരാത്ത ഒരു മഹാ അത്ഭുതമാണ് ജീവിതം. ചിന്തിച്ചു നോക്കുന്തോറും വിസ്മയം കൂടി വരികയുള്ളൂ. വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ ഒടുവിലൊന്നും മനസ്സിലാവാതെ മനുഷ്യന്റെ ധിഷണ നശിച്ചു പോവുകയും യുക്തി തളർന്നു പോവുകയും മനസ്സ് മനുഷ്യനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. എത്ര കഴിവുള്ളവനായാലും സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമോ ജീവിതത്തിന്റെ പരമമായ യാഥാർത്ഥ്യമോ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതേസമയം നമ്മളിലും ചുറ്റുപാടിലുമൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയാൽ എല്ലാം വളരെ അടുക്കും ചിട്ടയോടുകൂടി കൃത്യമായി ഭംഗിയായി നടക്കുന്നുവെന്ന് മനസ്സിലാവും. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഘടന നോക്കിയാൽ അതിൻ്റെതായ ഒരു കൃത്യമായ വ്യവസ്ഥയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രക്തചംക്രമണത്തെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയും അത് ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചവും അതിനെക്കുറിച്ച് പഠനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വളരെ ആസൂത്രിതമായി അറേഞ്ച് ചെയ്ത് ഓരോന്നും അതിൻ്റെ ധർമ്മം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാവും. പക്ഷെ എന്തിനാണ് ഇതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പിടിത്തോടുകൂടി ഇതെപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അവസാനവും ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും മാർഗമില്ല. അപ്പൊ ഇവിടെ നിന്ന് ജീവിക്കണം, എന്നിട്ട് വിജയിക്കണം. അത് മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷയുടെ മാർഗമുള്ളൂ എന്നതാണ്. അതിനാവശ്യമായ മനുഷ്യധിഷണയെ വളർത്തുക, അവനെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. ജീവിതത്തിന്റെ അത്ഭുതാവഹമായ പരിണാമങ്ങളിലെ പല ദിവ്യാത്ഭുതങ്ങളും എടുത്തു കാണിച്ചിട്ട് ദൈവിക ശക്തിയുടെ യാഥാർത്ഥ്യവും മനുഷ്യന്റെ നിസ്സഹായതയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംഗതികൾ. അതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ്. ഈ തെളിവുകൾ മനുഷ്യന് ആവശ്യമാണ്.
തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് സത്യം ബോധ്യപ്പെടുക. ഈ തെളിവുകൾക്കാണ് നമ്മൾ മറ്റൊരു വാക്ക് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. അറബിയിൽ അതിന് ആയത്തുകൾ എന്ന് പറയും. നമുക്കറിയാം ഖുർആൻ മുഴുവനും ആയത്തുകളാണ്. അപ്പൊ ആയത്തുകൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്, അതിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചലനവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഗൈഡ് ബുക്ക് അയച്ച് അത് സ്വീകരിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം സമ്പൂർണമായ യാഥാർത്ഥ്യങ്ങളാണ് അത് വെളിപ്പെടുത്തുന്നതെന്ന് മനുഷ്യ മനസ്സിന് അതിങ്ങനെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ഈ കാണുന്ന അക്ഷരങ്ങളല്ല. ഈ അക്ഷരങ്ങൾക്കപ്പുറം, മൊസാഫിനപ്പുറം ഒരു ചൈതന്യം, ഒരു റൂഹ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഖുർആന്റെ ആത്മാവുമായി ഇങ്ങനെ ഒന്നിച്ചു ചേരുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പലതും വാക്കുകളിൽ വിവരിക്കാനാവാത്ത വിധം ഓരോ മനുഷ്യനും മനസ്സിലാവുന്നതാണ്. അതിന് നമ്മളിൽ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. സൂറത്ത് റൂമിലെ അത്തരം ചില ആയത്തുകളാണ്, വളരെ കുറഞ്ഞ ചില ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം കൽപ്പിച്ചത്. അതിൽ ആദ്യത്തത് وَمِنْ آيَاتِهِ أَنْ خَلَقَكُم مِّن تُرَابٍ ثُمَّ إِذَا أَنْتُمْ بَشَرٌ تَنْتَشِرُونَ. വളരെ ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവനയാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ നിങ്ങളിതാ ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യരായി ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ മണ്ണിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ദൂരം ഇത് വളരെ ഹ്രസ്വമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ മറ്റു സ്ഥലത്ത് പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതായത് മനുഷ്യ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയ സംഗതി. ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ പിന്നെ ആരെയും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചില്ല, ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ എല്ലാം മണ്ണിന്റെ അംശങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ആ മണ്ണ് മനുഷ്യനായി വരുന്നതിന്റെ ഇടയിലുള്ള ഒരു സുദീർഘമായ ഒരു പ്രോസസ് ഉണ്ട്, അത്ഭുതകരമായ മാറ്റങ്ങൾ. മണ്ണ് പൊതുവെ നിർജീവമാണ്, ഒരു പതുക്കി കിടക്കുന്ന സാധനമാണ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവാണ്. നമുക്ക് യാതൊരു തരത്തിലും ഒരു ചലനമില്ലാത്ത ഒരു സാധനം. അതാണ് ബേസിക് ആയിട്ട് നമുക്കുള്ളത്. എന്നിട്ട് ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ മനുഷ്യനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വേറെ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായും കുറച്ചുകൂടി ആഴത്തിലും പറയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ആയത്തിൽ നിന്ന് വായിച്ചാൽ തന്നെ ആ സൃഷ്ടിപ്പിന്റെ ഒരു ഗൗരവവും മഹാത്മ്യവും ഔന്നത്യമൊക്കെ വരുന്ന പോലത്തിനാണ് അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നിട്ട് അതിന്റെ ഒടുവിൽ അത് പറയുക, ഇങ്ങനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് എത്ര അനുഗ്രഹപൂർണനാണ് എന്ന്. അപ്പൊ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ യഥാർത്ഥത്തിൽ ആദ്യം പിതാവായ ആദം, പിന്നെ ആദമിൽ നിന്ന് ഹൗവയെ സൃഷ്ടിക്കുന്നു. അവിടെ മണ്ണിൽ നിന്നല്ല, ആദമിൽ നിന്ന് സൃഷ്ടിക്കുന്നു. പിന്നെ ഹൗവയും ആദവും ചേർന്ന് മാഹിം മഹീൻ, അതായത് സ്പേമിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് അവന് ജീവനും ചൈതന്യവും ഒക്കെ കൊടുത്ത് അവൻ ആഹരിപ്പിച്ച് രക്തമുണ്ടായി, ഇന്നിരുണ്ടായി. എന്നിട്ട് അതിൽ നിന്ന് സൃഷ്ടിച്ച മറ്റൊരു ഒരു ഭാഗം, അതായത് രണ്ടും ഒന്നാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആദമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച മറ്റൊരു ഭാഗം. എന്നിട്ട് അവ രണ്ടിൽ നിന്നും കൂടി ചേർത്തിട്ടാണ് പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അത് വളരെ അതിന് ഒരു ബീജം ഉണ്ടാക്കുക, എന്നിട്ട് അത് തറാറുമൊക്കെ ഭദ്രമായ ഒരു സ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഒരു ഭ്രൂണമാക്കി മാറ്റുക, ആ ഭ്രൂണത്തെ ഒരു മാംസക്കട്ടയാക്കി മാറ്റുക. എന്നിട്ട് ആ മാംസക്കട്ടയെ ഒരു എല്ലാക്കി മാറ്റുക, എല്ലിന്റെ ഒരു കോലമാക്കി മാറ്റുക. എന്നിട്ട് ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുക. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഈ ജനനത്തിൽ, ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? നമുക്കുണ്ടോ? നമ്മുടെ മാതാപിതാക്കളുണ്ടോ? ആർക്കും ഒരു പങ്കുമില്ല എന്നതാണ്.
നിന്റെ ജനനത്തിന് യാതൊരു പങ്കുമില്ലാത്ത നിലയിൽ നിന്നെ ഒരു ബീജമാക്കി, ഭ്രൂണമാക്കി, മാംസക്കെട്ടാക്കി, എല്ലാക്കി, മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ഞാൻ വളരെ ഭദ്രമായിട്ട് ഒരു സ്ഥാനത്ത് സ്ഥാപിച്ച് കുറെ കാലം അവിടെ വളർത്തി. എന്നിട്ട് ഞാൻ അവിടെ പിന്നെ അവിടെ ഉള്ളതല്ല, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ ഇവിടെ പുറത്തു കൊണ്ടുവരികയാണ്. ഒരു പ്രത്യേകമായ സൃഷ്ടി. അവിടെ വേറെ കോലത്തിലാണ് ശ്വാസം കഴിച്ചിരുന്നതും ആഹാരം കഴിച്ചിരുന്നതും ഒക്കെ. ഇവിടെ വരുമ്പോ വ്യത്യസ്തമായ ഒരു രീതിയിൽ. ഇത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. നിനക്ക് അത്ഭുതമൊന്നുമില്ലേ? നീ വലിയ ആളായിട്ട് നടക്കുന്നല്ലോ, വലിയ ബുദ്ധിമാനും വലിയ തന്റേടിയും വലിയ വലിയ ആളായിട്ട് നീ നടക്കുന്നുണ്ടല്ലോ മനുഷ്യ. നീ നിന്റെ യഥാർത്ഥത്തിൽ നിന്റെ ആ പ്രാഥമികമായ ആ ഒരു ബിഗിനിങ് കണ്ടല്ലോ, അതിന്റെ ഒറിജിൻ അതൊന്ന് അന്വേഷിച്ചു. നിന്റെ പ്രാരംഭത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കുന്നുള്ള. അപ്പൊ മനുഷ്യ കൃഷ്ണയെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാ. സ്വന്തത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനുഷ്യനൊന്ന് ആലോചിച്ച് പഠിക്കട്ടെ എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് പിന്നെ നിങ്ങളങ്ങനെ മരിപ്പിച്ചാളിനെ നിങ്ങളിവിടെ ഇടൂല, നിങ്ങളവിടെ മരിപ്പിച്ചാളും. പിന്നെ നിങ്ങളെ പുനരുദ്ധാന നാളിൽ പിന്നെ ഞാൻ വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കുക. ഒരു വളരെ വലിയൊരു പ്രോസസ്സാണ് ജീവിതം എന്ന്. പുനരുദ്ധാന നാളിൽ സൃഷ്ടിച്ചതിന് ശേഷം എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമ്മൾ സത്യവിശ്വാസികൾക്ക് യഥാർത്ഥം അറിയാം. എന്നിട്ട് ഒടുവിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഫനാകാന്ന് പറയാം. എല്ലാം അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥ. അതിന്റെ അപ്പുറം ചിന്തിക്കാൻ നമുക്കാവില്ല. അവിടെയാണ് ചിന്തിച്ചെത്തിയിട്ട് അത് നീ തന്നെയാണ്, നീ ഞാൻ ഒന്ന് തന്നെയാണ്, അനൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞ് കുൽമാലൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ അങ്ങോട്ട് പോകാനല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. അള്ളാഹുവിലേക്ക് നിന്നാണ് വന്നത്, ഇനി അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിനിടയിലുള്ള ഒരു താൽക്കാലികമായ ഒരു താവളമാണ്. അവിടെ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയുന്നത് വമിൻ ആയാതി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വളരെ ആദ്യത്തിലും അവസാനത്തിലും അതിന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അതായത് അവൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇണയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഇണയും തുണയുമായി ജീവിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രോസസ്സാണ്. വാപ്പയും ഉമ്മയുമായ മക്കളൊക്കെ ആയിട്ടല്ല. ആദവനെ സൃഷ്ടിച്ചു. ആദവന് അവന്റെ വിചാരങ്ങൾ പങ്കുവെക്കാനും അവന്റെ സംഗതികൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും കൂടെ ജീവിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ആദവൻ തന്നെ ഒരു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയുന്ന സംഗതിയാണ്. ഇന്നും ഇണയും തുണയുമായുള്ള ഒരു ജീവിതം ശാന്തഗതി പ്രാപിക്കാനാണ്. നമ്മളത് കിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള. സക്കീന എന്ന് പറഞ്ഞാൽ ശാന്തനാണ്, ശാന്തകുമാരി എന്നൊക്കെ പറയില്ലേ. ശാന്തഗതി പ്രാപിക്കുക. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമുള്ള ബന്ധത്തിൽ ശാന്തഗതി ഉണ്ടെങ്കിൽ അത് സത്യവിശ്വാസത്തിന്റെ ജീവിതമായി മാറും. ഇല്ലെങ്കിൽ സത്യവിശ്വാസത്തിന്റെ ഇല്ലാത്ത ഒരവസ്ഥയാണ് അത്. കാരണം നിങ്ങളുടെ ഇടയിൽ വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യന്മാരുടെ ഇടയിൽ ഒരൊറ്റ വാക്ക് പറയാ, അല്ലെങ്കിൽ വലിയ പറയാ, ഞാൻ നിനക്ക് അവളെ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കുന്നു. മിനിമം പ്രശ്നം കഴിഞ്ഞ് എന്റെ മകൾ ഇന്നയാളെ നിനക്ക് നാം വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മഹരിന്റെ വരണമെന്നില്ല. പിന്നെ പിന്നീട് ഓർമ്മിച്ചത് നമ്മളിപ്പോ മഹരിനെ പൊട്ടിച്ചത് അല്ലാഹുവിനെ അങ്ങനെ പറയാം, അവളെ ഞാൻ നിനക്ക് കല്യാണം കഴിക്കുന്നിരിക്കുന്നു. ആരെ? സൈനബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? സൈനബിന് വിവാഹത്തിന്റെ വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആല സൈനബ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളെയൊക്കെ റസൂലിന് കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളെ വാപ്പമാരോ അല്ലെങ്കിൽ വലിയാണ്, പക്ഷെ എന്റെ വലി അള്ളാഹുവാണ്, അള്ളയാണ് നബിയോട് പറഞ്ഞത് അവളെ നാം നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അത്ര വലിയ ഒരു അള്ളാഹു വലിയായ ഒരു വിവാഹവും ഭൂമിയിൽ നടന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നുള്ളതാണ്. അപ്പൊ അത്ര പറഞ്ഞാൽ മതി, അത്ര പറഞ്ഞാൽ മതി. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നുണ്ടാവുന്നത് നിങ്ങളുടെ ഇടയിൽ മവദ്ദത്ത്, പ്രേമവും, റഹ്മ, കാരുണ്യവും, പ്രേമവും കാരുണ്യവും നാം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ആ ഒരു ലേശം ലൈംഗികമായി ബന്ധപ്പെട്ട സംഗതിയുമായി ബന്ധപ്പെട്ടാണ് ആ മവദ്ദത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത്. അത് ആ ആകർഷണവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഒരു നല്ല കുടുംബ ജീവിതം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിൽക്കാലത്തുണ്ടാകുന്നത് റഹ്മത്തിന്റെ കാലഘട്ടമാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിലല്ല അനുഭൂതിപൂർവകമായ ജീവിതം ഉണ്ടാവുക ലേറ്റർ 50s അവസാന കാലഘട്ടത്തിലാണ് എന്നുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ സാധാരണ കഴിയുന്നത് നിലയൊക്കെ ബാധിച്ച് വയസ്സായി പോയാൽ ഇന്നിപ്പോ ജീവിതത്തിന്റെ രസമൊക്കെ പോയില്ലേ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല നമ്മളിവിടെ പഠിക്കുന്നത്. അതിനേക്കാൾ വലിയ കാരുണ്യം നിങ്ങളുടെ ഇടയിൽ നാം സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല കുടുംബം ഉണ്ടാവാൻ, നല്ല ശാന്തഗതി ഉണ്ടാവാൻ എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആ ശക്തിയുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ച് നൽകിയതാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാവണം. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ദൈവികമായ ദിവ്യാത്ഭുതങ്ങളുടെ അപാരമായ ചൈതന്യവും ശക്തിയും നിങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുന്നത്, സ്നേഹിക്കാൻ കഴിയുന്നത്. സ്നേഹം ഒരു കപ്പിൽ വെച്ചാലും വയലിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല. അതൊരു ദിവ്യമായ അനുഭൂതിയാണ്. അത് കാരുണ്യത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അതൊരു യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ആ സൃഷ്ടിയായ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റഹ്മുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടെയാണ്. റഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരുണ എന്നാണ്. ഗർഭപാത്രം റഹ്മ എന്നാണ് പേര്. ആദ്യത്തെ ഗർഭപാത്രം അള്ളാഹുവിന്റെ കരങ്ങളാണ്. അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ടാണ് ആദമിനെ ഉണ്ടാക്കിയതെന്ന് നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് നിന്നെ സൃഷ്ടിച്ചു എന്ന് ആദമിനെ സംബന്ധിച്ച് ഇബ്ലീസിന് സുജൂദ് ചെയ്യാത്ത ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പരാമർശം ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ വളരെ ആഴത്തിലാണ് നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. അള്ളാഹു കാരുണ്യമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവമാണ് കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്ന സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഭൂമിയിൽ ജീവിക്കാനാണ് നിങ്ങളെ നാം പഠിച്ചിട്ടുള്ളത്, മനുഷ്യരെ നാം പഠിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനിയിപ്പോ മനുഷ്യ ജീവിതം നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ്, എന്തിന്റെ പേരിലൊക്കെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്, കുലുമാനുണ്ടാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും എടുത്തെടുത്തെടുത്ത് പല സന്ദർഭങ്ങളിലായി പറയുന്നു. പടച്ചവനെ വിട്ടുപോയാൽ ഇബ്ലീസിന് നിങ്ങൾക്ക് കൂട്ടാളിയാകും. അപ്പോ ഇബ്ലീസ് നിങ്ങളെ പല കുതന്ത്രങ്ങൾ ചാടിക്കും. അവസാനം നിങ്ങൾ നരകത്തിൽ ചെന്നെത്തുകയും ചെയ്യും. ദുന്യാവിലാണെങ്കിലോ വലിയ കുഴപ്പങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. അതിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ആ കാര്യമാണ്. അതിനു മുമ്പ് ഒരു ലേശം അതിലൂടെ ഈ മഹാപ്രപഞ്ചത്തിലൂടെ ഒരു മിന്നലോട്ടം നടത്തുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതിയിൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നിർമ്മിതി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ചെറിയ ഒരു 2 വാചകങ്ങളിലൂടെ വലിയൊരു സംഗതി പറയാം. ഈ മഹാപ്രപഞ്ചത്തിന്റെ നിർമ്മിതി എങ്ങനെയാണ് എന്ന് ഇതുവരെ ആരും കണ്ടിട്ട്. ബിഗിനിങ് ഓഫ് ദി യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് തിയറീസും അതുപോലെ തന്നെ ഹൈപ്പോത്തീസിസും ഉണ്ട്. പക്ഷെ കൃത്യവും വ്യക്തവുമായി ആർക്കും പറയാൻ സാധ്യമാവുകയില്ല എന്നുള്ള നിലക്കാണ്. ശാസ്ത്രകാരന്മാർ പലതും പറയുന്നു. ബിഗ് ബാങ് തിയറി പറയുന്നു, ഓസ്ലേറ്റ് മറ്റൊരു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒന്നുണ്ട്, അതിന്നുണ്ടായതാണ് എന്നുള്ള കോലത്തിലാണ് പറയുന്നത്. അതിന്റെ അപ്പുറം എന്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്നില്ല. ഋഗ്വേദത്തിൽ ഒരു പരാമർശമുണ്ട്, മനസ്സോരേത പ്രഥമം യഥാശരി. ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിലെ 12ാം ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു. അതായത് ആദ്യം എന്ന് പറയുന്നത് മനസ്സ് ഇച്ഛയായിരുന്നു, ആദിയിൽ ഇച്ഛയായിരുന്നു എന്നുള്ളതാണ്. പല പ്രാവശ്യം അവിടെ പറഞ്ഞതാണ്. ബൈബിളിൽ പറയുന്നത് ആദിയിൽ വചനമായിരുന്നു, ബിഗിനിങ് വാസ് വേർഡ്, വേർഡ് വാസ് വിത്ത് ഗോഡ് എന്നാണ്. ആദിയിൽ വചനമായിരുന്നു, ആ വചനം ദൈവത്വമായിരുന്നു. അപ്പൊ ഇച്ഛയും വചനവും കഴിഞ്ഞാൽ പിന്നെ വസ്തു ഉണ്ടാവും. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാകണമെന്ന് നാം ഇച്ഛിച്ചാൽ അതിനോട് വചനം കൽപ്പിക്കുക, വചനം ഉണ്ടാവുക. ഒരു വലിയ വിസ്ഫോടനമാണ് ആ വചനങ്ങൾ. അപ്പൊ കുൻ ഫയകൂൻ, അത് വസ്തുവായി തീരുന്നുള്ള. അപ്പൊ ഇച്ഛ, വചനം, വസ്തു. അപ്പൊ അള്ളാഹുവിന്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലാക്കാനും മനുഷ്യന് സാധ്യമാവുകയില്ല. അതുകൊണ്ട് മീനിങ് ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും അവ്യക്തമായി നൽകുന്നതോട്. ശാസ്ത്രം എത്ര വികസിച്ചാലും, മനുഷ്യൻ എത്ര ബുദ്ധിശാലിയായാലും, ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്താലും അള്ളാഹുവിന്റെ ഇച്ഛയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ചുള്ള എന്നും എല്ലാ കാലത്തും ഇത് ഹൈപ്പോത്തീസിസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. തിയറീസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ ഒരിക്കലും ഒരു പൂർണ്ണമായ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പ്രപഞ്ചോൽപത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്യുന്നത്. അത് എന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒന്നല്ല, ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്, 7 എണ്ണം ഉണ്ട്. അതായത് എന്നുള്ള
അപ്പൊ ആദ്യത്തെ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി തന്നെ നമ്മളെ മനസ്സിൽ കൊള്ളില്ല എന്നതാണ്. നമ്മളെ ഈ സൂര്യന്റെ ചുറ്റും നടക്കുന്ന ഈ സൗരയുധം, അങ്ങനെ ലക്ഷക്കണക്കിന് സൗരയും ചേർന്നുള്ള ഗാലക്സികൾ, അങ്ങനെ 1250 കോടി 125 ബില്യൺ ഗാലക്സീസ് ആണ്. 1250 കോടി ഗാലക്സികൾ. ഒന്നാനാകാശം എന്ന് പറഞ്ഞാൽ സമാ എന്ന് പറഞ്ഞാൽ, പിന്നെ സമാവാത്ത് എന്ന് പറയുന്നത് വീണ്ടും വേറെ ആറെണ്ണം വേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അപ്പൊ പ്രപഞ്ചം ഒരു ഓപ്പൺ ആണോ ക്ലോസ്ഡ് സർക്യൂട്ട് ആണോ എന്ന് പറഞ്ഞ ശാസ്ത്രകാരന്മാര് കുറെ കാലം ചർച്ച നടത്തി. എന്നിട്ട് ഒന്നും പറയാൻ വയ്യ. അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ എവരെന്റെയും ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂലല്ലോ. അതേസമയം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം എന്താണെന്ന് പറയേണ്ടി വരും. അപ്പോ ആകെപ്പാടെ കുരുമാരായി മനുഷ്യ തൃഷ്ണ അവിടെ ഇങ്ങനെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണ ഒരു രീതിയിലാണ്. നമുക്കതിനെ സംബന്ധിച്ച് ആഴത്തിൽ അറിയാത്തത് കൊണ്ട് അവൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മക്കപ്പയും പരീക്ഷ കഴിഞ്ഞൊക്കെ മാർക്ക് കിട്ടും, സർട്ടിഫിക്കറ്റ് വാങ്ങും, പോയി ജോലി ചെയ്യും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യമല്ലായി പഠിക്കണതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കാൻ അവന് സാധ്യമാവാത്തൊരു ചുറ്റുപാടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ നിലകൊള്ളുന്നതെന്നാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടാണ് ഈ പ്രപഞ്ച നിർമ്മിതി എന്നതിന്റെ യാഥാർത്ഥ്യം. എന്നിട്ട് പിന്നെയും പറയാം, നിങ്ങളുടെ ഭാഷ വ്യത്യാസവും നിങ്ങളുടെ നിറ വ്യത്യാസവും അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ, വിവരമുള്ളവർക്ക്, ജ്ഞാനമുള്ളവർക്ക്, നോക്കി പഠിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ രണ്ട് സംഗതികളാണ് ഇവിടെ ചുരുക്കി പറഞ്ഞെങ്കിലും ഒരുപാട് വൈവിധ്യങ്ങളെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യന്റെ ഭാഷ വ്യത്യാസമായതുകൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ചിലർ നേരിടേണ്ടി വരുമെങ്കിലും ആഴത്തിലറിയാൽ ഓരോ തരത്തിൽ എത്ര ആയിരം ഭാഷകളാണ് ലോകത്ത്. ഇന്ത്യയിൽ തന്നെ 220 ഭാഷയുണ്ട്. ആഫ്രിക്കയിൽ 1000-ഓളം ഭാഷകളുണ്ട്. യൂറോപ്പിൽ തന്നെ ഒരു 300-400 ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഭാഷയിൽ തന്നെ മലയാളം സംസാരിക്കുന്ന തിരുവനന്തപുരത്തുകാരൻ കാസർഗോഡുകാരൻ വെച്ചാൽ ട്രാൻസ്ലേഷന്റെ ആവശ്യം ഉണ്ടാവും. ആ കോലത്തിലാണ്. അതായത് കാസർഗോഡുകാരൻ പറയുന്നതൊന്നും തിരുവനന്തപുരത്തുകാരൻ മനസ്സിലാവില്ല, തിരുവനന്തപുരത്തുകാരൻ പറയുന്നതൊന്നും ആലപ്പുഴക്കാരൻ മനസ്സിലാവില്ല, ശരിക്കും മനസ്സിലാവില്ല. ഇന്നിങ്ങനെ ഗണിച്ച് ഊഹിച്ചൊക്കെ എടുക്കേണ്ടി വരും. വേണ്ട, ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ നോക്കിയാൽ, കോഴിക്കോട് ജില്ലയിൽ നോക്കിയാൽ പ്രയോഗങ്ങളില്, ഉച്ചാരണങ്ങളില് മനുഷ്യന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. അവരുടെ മസ്തിഷ്കത്തിന്റെ ഘടനയും ഒന്ന് തന്നെയാണ്. അവരുടെ ചുണ്ടും ഒരുപോലെ തന്നെയാണ്. അതൊക്കെ പുറപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ അവരുടെ ആ ഉച്ചാരണത്തിന്റെ രീതി, ശബ്ദത്തിന്റെ രീതി, അതുപോലെ തന്നെ സ്ലാങ് എല്ലാം ഭയങ്കര ഡിഫറന്റ് ആണ്. ആലോചിച്ച് നോക്കൂ, മഹാ അത്ഭുതം നിങ്ങൾ തന്നെ കൊണ്ടുനടക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ നാം വെച്ചിട്ടുണ്ട്. അതിന്റെ ലിപി, അതിന്റെ എഴുത്ത്, അതിന്റെ ട്രാൻസ്ലേഷൻ, അതിന്റെ അച്ചടി, അതിന്റെ പഠനം, ഭാഷാ പഠനം, ഗവേഷണം, കോടാനുകോടി മനുഷ്യന്മാര് അതിലിങ്ങനെ കെട്ടിക്കറങ്ങി ജീവിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാഷ വലിയൊരു സംഗതിയാണ്. ഈ ഭാഷ വളരെ അത്ഭുതമാണ്. മനുഷ്യന്റെ വികാരങ്ങളൊപ്പാൻ ഈ ഭാഷയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. അത് വളരെ രസകരമായ ഒരു സംഗതിയാണ്. മനുഷ്യ മനസ്സിൽ ഉത്ഭൂതമാകുന്ന വിചാരങ്ങള്, ചിന്തയും ആശയവും, പിന്നെ ആശയം ഭാഷയായി പുറത്തു വരുമ്പോ ആ ഉൾക്കൊള്ളുന്ന വികാരങ്ങളെ അല്ലെങ്കിൽ അവൻ ചിന്തിച്ചതിന്റെ ചിന്തയെ അപ്പടി ഒപ്പിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് കുറെ തരംഗങ്ങളായിട്ട് മറ്റവന്റെ ചെവിയിലെത്തുക, എന്നിട്ട് അത് കുറെ കെമിക്കൽ ആക്ഷനായിട്ട് പോയിട്ട് തലച്ചോറിലെത്തിയിട്ട് അവനൊന്ന് മനസ്സിലാവുക. അത് അവന്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് മനസ്സിലാവുള്ളൂ. ഇവൻ പറഞ്ഞത് അവൻ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപാട് വേണം. നിങ്ങൾ രണ്ടാൾ സംസാരിക്കുമ്പോൾ മൂന്നാമൻ നാമായിരിക്കും. അതൊരു കാഴ്ചക്കാരൻ എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങളെ കടുപ്പിച്ചിട്ട് അവൻ പറഞ്ഞത് ഇന്നതാണ് നിനക്ക് മനസ്സിലാക്കി തരുന്നത് നാമാണട്ടോ. അതിന് നമ്മുടെ ശക്തിയില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വൈവിധ്യമാർന്ന ഭാഷകളാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള ശബ്ദമാണ് വ്യത്യാസമുണ്ട്. ഒരു വാപ്പന്റെയും ഒരു ഉമ്മന്റെയും മക്കള്. പക്ഷെ അവര് ഓരോരുത്തരും പുറത്തുനിന്ന് ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മാക്കും വാപ്പാക്കും തിരിച്ചറിയാം. ഇത് മൂത്ത മോനാണ്, ഇത് 4ാമത്തെ മോനാണ്, ഇത് 12ാമത്തെ മോനാണ്, അതല്ല ഇത് അളിയന്റെ മോനാണ് എന്ന് തിരിച്ചറിയുന്ന കോലത്തിൽ ആ ശബ്ദത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ദിവ്യാത്ഭുതത്തെ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഭയങ്കരമായ അവന്റെ ആ യുക്തിയെ, അതുകൊണ്ട് അവന്റെ കഴിവിനെ, അവന്റെ ശക്തിയെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും വെറുതെ നാം പഠിച്ചല്ല. ഇനി നിങ്ങളുടെ നിറം, ആ നിറത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോ ഒരു വാപ്പന്റെ ഉമ്മന്റെയും മക്കളുടെ നിറ വ്യത്യാസം ഉണ്ടാവും, നാട്ടിലെ നിറ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ രാജ്യങ്ങളിൽ നിറ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ നിറ വ്യത്യാസവും ഭാഷാ വ്യത്യാസവും ഒന്നും യഥാർത്ഥത്തിൽ
സത്യത്തില് ഇത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തെ, മനുഷ്യത്വം എന്ന സ്വഭാവത്തെ മാറ്റാനുള്ളതല്ല, നിങ്ങളെ പരസ്പരം കൂട്ടിബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന്റെ പേര് എന്റെ ഭാഷ വലിയ ഭാഷയാണ്, അറബി ഭാഷ വളരെ കേമമാണ്, ഖുർആന്റെ ഭാഷയാണ് എന്ന് ആരും പറയേണ്ടതില്ല. ഹുജ്ജത്തുൽ വദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബിക്ക് അനറബിയേക്കാൾ എന്തെങ്കിലും ഒരു പ്രാധാന്യമില്ല. അതുപോലെ തന്നെ വെളുത്ത കുറെ ആളുകളുണ്ട്, കറുത്ത കുറെ ആളുകളുണ്ട്, ബ്രിട്ടീഷ് പ്രത്യേകിച്ച് നമ്മളെ പോലെ ഇരുനിറമുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും വെളുത്തവന് കറുത്തവന്റെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ അവകാശങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായ ഇതോ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നു. നോക്ക്, ഇതെല്ലാം മനുഷ്യന്റെ മനുഷ്യത്വം, പരസ്പരം സ്നേഹം പങ്കുവെക്കാനുള്ള ഏർപ്പാടുകളാണ്. പക്ഷെ ഇവിടെ നടക്കുന്നതോ ഭാഷയുടെ പേരിൽ അടി നടക്കുന്നുണ്ട്. മറ്റേ ഭാഷ ഭയങ്കരമാണ്, ഈ ഭാഷ ഭയങ്കരമാണ്, ഭാഷാനുപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ, ഭാഷയുടെ പേരിൽ കുഴപ്പം, ഭാഷയുടെ പേരിൽ രക്തച്ചൊരിച്ചില്, ഭാഷയുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭാഷ ഗംഭീരമാണ്, ഞങ്ങളുടെ ഭാഷ കേമമാണ്, അതെന്തോ ആകാശത്ത് പൊട്ടി വീണതുപോലെ. എല്ലാ ഭാഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ ഭാഷയുടെ പേരിൽ വെറിയുണ്ടാക്കുക, ഭാഷയുടെ പേരിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഭാഷയുടെ പേരിൽ നിങ്ങളാരും പരസ്പരം അടിച്ച് തല കീറേണ്ടതില്ല. അത് നിങ്ങൾക്ക് വേണ്ടി, നാം നിങ്ങളെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്നൊരു യാഥാർത്ഥ്യ ബോധം നിങ്ങൾക്കുണ്ടാവണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ ഒരു സംഗതി, ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു സംഗതി പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം. അതില് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ, വിവരമുള്ളവർക്കാണ് അതിൽ ദൃഷ്ടാന്തമുണ്ടത്. എന്തെങ്കിലും വിവരം വേണ്ടേ? വിവരം പഠിച്ചുണ്ടാക്കണ്ടേ? അല്ലാഹു തആല അടിസ്ഥാനമായി തന്നിട്ടുള്ള ഈ സംഗതി പഠിച്ചുണ്ടാക്കിയാലേ യഥാർത്ഥത്തിൽ ഇത് മഹത്തരമാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ശാന്തമായ ജീവിതം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ അത് പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പഠിച്ച് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് ജനങ്ങൾക്ക് ശാന്തി നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah hamdan katsiran thayyiban mubarakan ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب, أوصيكم وإياي أتاني بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്നോടെന്ന പോലെ ഞങ്ങളോട് ഉണർത്തുകയാണ്, വസിയ്യ. ഭാഷയുടെ കാര്യം പറഞ്ഞതിന് കൊടുക്കുന്ന അൽവാൻ, നിറത്തിന്റെ കാര്യം. അത് പറയുമ്പോൾ ആധുനിക ലോകത്ത് വലിയ പ്രശ്നമാണ്. ശാസ്ത്ര പുരോഗതിയിൽ നമ്മൾ വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. കാടന്മാരായ പഴയകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സംസ്കാര സമ്പന്നന്മാരായ മനുഷ്യന്മാരായിരിക്കുന്നു. ശാസ്ത്രം വളർന്നങ്ങനെ അന്യഗ്രഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഊളിയിട്ട് പലതും നമ്മൾ കണ്ടുപിടിക്കുന്നു. ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് ഒരു നിമിഷം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി വരാൻ സാധിക്കുന്നു. പക്ഷേ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ല, പഠിച്ചില്ല എന്നതാണ്. നിറത്തിന്റെ പേരിൽ വർണ്ണവിവേചനം നമുക്ക് അപ്പാർത്തിയുടെ ഭരണത്തിൽ നമുക്ക് ചെയ്യും. ആ പഴയ ജാഹിലിയത്തിനേക്കാൾ വൃത്തികെട്ട ജാഹിലിയത്താണ് ഇന്ന് ലോകത്ത് പറയുന്നത്. ഞങ്ങളാണ് ലോകത്തിലെ വമ്പന്മാരെന്ന് പറയുന്ന ആളുകൾ. ഞങ്ങളെ ഭാഷ സംസാരിക്കാത്ത, ഞങ്ങളെ നിറയില്ലാത്ത ഞങ്ങളെ ആളുകളൊക്കെ ഒന്ന് വിസൈറ്റ് ഓടും. നമുക്ക് ഇബ്ലീസ് ഏത് കോലത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? അവിടെ മാത്രമല്ല, ഇവിടെയും വർണ്ണത്തിന്റെ പേരില്, വർഗത്തിന്റെ പേരില്, ഭാഷയുടെ പേരില്, ദേശത്തിന്റെ പേരില് എല്ലാം മനുഷ്യന്റെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചിന്താഗതിയും പെരുമാറ്റവും പ്രവൃത്തിയുമാണ്. ആധുനികതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖമാണത്. എന്ത് തരത്തിലുള്ള ഭാഷിസം എന്ന് പറഞ്ഞാലും ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ ആളുകളെ കൊല്ലാക്കൊലയ്ക്ക് കൊള്ളുന്ന സംസ്കാരമാണെന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിന്റെ വലിയ ഈറ്റില്ലമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന ആളുകൾ തന്നെ സ്വന്തം നാട്ടിലെ മനുഷ്യന്മാരോട് പ്രവർത്തിക്കുന്ന, പെരുമാറുന്ന ഒരു രീതി, നിറവ്യത്യാസത്തിന്റെ പേരിൽ, ഭാഷാ വ്യത്യാസത്തിന്റെ പേരിൽ, നാട് വ്യത്യാസത്തിന്റെ പേരിൽ
മനുഷ്യത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം പറഞ്ഞാൽ കൊല്ലാണ്, വെടിവെക്കുന്ന കൊല്ലാണ്. ആലോചിക്കുക. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പുരോഗതി പ്രാപിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? വളരെ കൃത്യമായി മനുഷ്യനോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് നമ്മളിപ്പോഴും യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല പറഞ്ഞു, വിശ്വാസികളെ എന്നല്ല. അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ആയി തിരിച്ചിരിക്കുന്നത് ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ എല്ലാവരും ഒരേ വർണ്ണത്തിൽ ഒരേ ഭാഷയിൽ ഒരേ നാട്ടിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പൊ വ്യത്യസ്തമായ നാട്, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ വർണ്ണങ്ങൾ, നിറഭേദത്തിന്റെ പേരിൽ മനുഷ്യനെ നശിപ്പിക്കുന്നത് പൈശാചികതയാണ്. ഈ പ്രകൃതിക്ക് വിരുദ്ധമാണ്, യഥാർത്ഥത്തിൽ നീതിക്കെതിരാണ്. ഇത് സത്യവിശ്വാസികൾക്കൊന്നും വാർത്ത ലോകത്ത് പറയാൻ പറ്റും. അവർ പോലും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ എവിടെയെങ്കിലും ഓരം ചേരുന്നവരാണ്. അതാണ് സത്യം. വളരെ ഗഹനമാണ് വിഷയം. ആധുനിക ലോകത്തെ മനുഷ്യൻ, സംസ്കാര സമ്പന്നൻ സ്വയം വിളിക്കുന്ന മനുഷ്യൻ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, നാടിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ മനുഷ്യരുടെ ഇടയിൽ പട്ടുണ്ടാക്കുന്നു, വിഭാഗീയത ഇളക്കൂടുന്നു, വർഗീയത ഉണ്ടാക്കുന്നു, പരസ്പരം കടിച്ചീറുന്നു, എന്നിട്ട് പരസ്പരം ആക്രമിക്കുന്നു, ഭരണകൂടങ്ങളെയും കോടതികളെയും ഒക്കെ അതിന് ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ മനുഷ്യത്വം ഇല്ലാതായി പോകുന്നു. അല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നാമാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയത്, വിവിധ വർണ്ണങ്ങളുള്ള ആളുകളാക്കിയത്, വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകൾ. നിങ്ങൾ പരസ്പരം അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കാരുണ്യം നിങ്ങളിലേക്ക് ഒലിച്ചെത്തുമ്പോൾ അത് സ്നേഹമായി മറ്റുള്ളവർക്ക് ഒഴുക്കി കൊടുക്കാൻ, എന്നിട്ട് തൽക്കാലം ഈ ദുന്യാവിൽ ശാന്തിയോടെ ജീവിച്ച് പരലോകത്ത് വിജയം നേടാൻ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതിനേക്കാൾ മഹോന്നതമായ ഒരു തത്വം ലോകത്ത് എവിടെ നമുക്ക് കിട്ടുക? ഇതിന്റെ വക്താക്കളാണ് നമ്മൾ. പക്ഷെ നിസ്സഹായരായി ചുമന്ന് നടക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ വേണ്ടാതെ നിൽക്കുകയാണ് നമ്മളെ അവസ്ഥ. ലോകത്തിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നു, നീതിക്ക് വിരുദ്ധമായി നടക്കുന്നു, പ്രകൃതിക്ക് വിരുദ്ധമായി നടക്കുന്നു, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി നടക്കുന്നു. പക്ഷെ അതൊക്കെ നിസ്സഹായരായി നോക്കിക്കാനാണ് ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് സാധിക്കുന്നത്. അതൊരു നിസ്സഹായമായ അവസ്ഥയാണ്. അവരോട് പറയാം, അക്രമം എന്തതായിട്ടുണ്ടാകും. നിറത്തിന്റെ പേരിൽ ഒരു ബഹുമാന്യതയില്ല, ഭാഷയുടെ പേരിൽ ഒരു ബഹുമാന്യതയില്ല, നാടിന്റെ പേരിൽ ഒരു ബഹുമാന്യതയില്ല. ഇന്നക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ മാന്യനാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ. ഇതെല്ലാം താൽക്കാലികമാണ്. ഈ ദുന്യാവ് തന്നെ താൽക്കാലികമാണ്. ഇവിടെ മുഴുവൻ ഒരാളിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കയ്യിൽ കിട്ടിയാലും അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഇത് ഇന്നാ ജഅൽനാ മഅൽ അർളി സിനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജഅലൂന മഅലൈഹാ സഈദൻ ജുർസ. ഇവിടെ വർണ്ണശബളമായി കാണുന്നതുണ്ടല്ലോ, അതൊക്കെ ഒരു ദുന്യാവിന് ഒരു അലങ്കാരമായി സൃഷ്ടിച്ചാണ്. ഇതൊക്കെ അടി തകർത്ത് മൊട്ടക്കുന്നാക്കുന്നത് യാതൊരു സംശയമില്ല. നിങ്ങളെ എല്ലാത്തിനെയും അണിയണിയായി നിരത്തും. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ ഓരോരുത്തരുടെ ചിന്താഗതിയും ഓരോരുത്തരുടെ പ്രവർത്തനത്തിനും അവനവൻ തന്നെ ഉത്തരവാദിയായിരിക്കും. അതവൻ വായിക്കേണ്ടി വരും. അതിന്റെ അനന്തരഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് താൽക്കാലികമായി താവളത്തില് വർണ്ണത്തിന്റെ പേരില്, വർഗത്തിന്റെ പേരില്, ദേശത്തിന്റെ പേരില്, ഭാഷയുടെ പേരില്, നിറത്തിന്റെ പേരില് വഴക്കുണ്ടാക്കിയാൽ അത് നിനക്ക് ആത്യന്തികമായ നഷ്ടമാണ് മനുഷ്യ ഉണ്ടാക്കുക. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ലോകത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ശരിയായ നിലയിലുള്ള ജ്ഞാനം ഉണ്ടാവുകയും അതിന് ഇരുത്തം വരികയും നിന്ന് പറയാനുള്ള ചങ്കൂറ്റവും തന്റെയിടവും ഉണ്ടാക്കുകയും വേണം എന്നുള്ള, എങ്കിലേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ. ഒന്നിതിൽ ആത്മാർത്ഥമായ വിശ്വാസം വേണം. ഇത് പഠിച്ചുണ്ടാക്കാനുള്ള താല്പര്യം വേണം. എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജനങ്ങളോട് പറയണം, ബല്ലിഗ് മാ ഉൻസില ഇലൈക്, നിനക്ക് എത്തിച്ചത് നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഓരോ ചെറിയ ചെറിയ കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാഷയുടെ പേരും പറഞ്ഞ്, നിങ്ങളുടെ നാടിന്റെ പേരും പറഞ്ഞ്, നിങ്ങളുടെ വർണ്ണത്തിന്റെ പേരും പറഞ്ഞ്, നിങ്ങളുടെ ഗോത്ര
ഗോത്രത്തിന്റെ പേരും പറഞ്ഞ് ആ വർഗത്തിന്റെ പേരും പറഞ്ഞ് തങ്ങളിൽ തലകീറി ചോര് ചിന്തി ദുന്യാവും ആഖിറവും നശിപ്പിക്കാനുള്ള അല്ല ഈ ജീവിതം. ഇത് മഹത്തരമായ അതിമഹത്തായ ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള മഹത്തായ ജീവിതമാണ് എന്ന ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് യഥാവിധി പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارحم أبو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്ത്, നാട്ടുബന്ധുക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബത്തിലെ ആളുകൾ, മുഴുവൻ സത്യവിശ്വാസികൾ എല്ലാവരും തന്നെ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് ആദ്യമായി എന്നെ എത്തിച്ചേർന്ന ആളുകളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ നാഥ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. തമ്പുരാനെ, ഖുർആൻ ശരിയായ നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള കഴിവ് ഞങ്ങൾക്ക് തന്നെ തമ്പുരാനെ നാഥ. അതിൻ്റെ യഥാർത്ഥമുള്ള മധുരം ആസ്വദിച്ചുകൊണ്ട് ശാന്തമായി ഇവിടെ ജീവിച്ച് ശാന്തമായി മരിച്ച നിന്നിലേക്ക് മടങ്ങാനും ഞങ്ങൾക്ക് തൗഫീഖ് നാഥ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്നെ സ്മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അനുഗ്രഹപൂർത്തീകരണമായ അനുഗ്രഹങ്ങൾ പൂർത്തിയായ ഒരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതത്തിനെ മാറ്റിത്തരണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ നാഥ. ഞങ്ങളുടെ ഖബറിടങ്ങളെ വിശാലങ്ങളും പ്രകാശപൂരിതങ്ങളുമാക്കി മാറ്റിത്തരണേ നാഥ. മഹിഷ്ഠരയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും സ്വർഗം സുഹൃദവസി നിന്റെ ലിഖാവ് നൽകി അനുഗ്രഹിക്കുകയും നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.